എല്ലാവർക്കും നമസ്കാരം. 2026 മാർച്ച് മാസ ഫലത്തിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അതിൽ ആദ്യത്തെ 5 നക്ഷത്രം അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകീരം. അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകീരം. ഈ നക്ഷത്രക്കാരുടെ മാർച്ച് മാസം എങ്ങനെയാണ്? അപ്പോൾ നമ്മുടെ വിശ്വാസത്തിനും നമ്മുടെ കാര്യങ്ങൾക്കും അനുസരിച്ചിട്ട് നമ്മുടെ പ്രാർത്ഥനയിലും കൂടി നോക്കുമ്പോഴത്തേക്ക് ഈ ഫലം നമുക്ക് ഏറ്റവും കുറച്ചിൽ അവരവരുടെ താല്പര്യപ്രകാരം ദൈവ കൃപാകടാക്ഷത്താൽ പോസിറ്റീവ് ആക്കിയെടുക്കാം. ദോഷങ്ങളുണ്ടെങ്കിൽ പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള വഴി തെളിയും. ഗുണങ്ങൾ നമ്മുടെ അധ്വാന ഫലം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. തടസ്സങ്ങൾ ദൂരീകരിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. ഇങ്ങനെയൊക്കെ അവരവരുടെ കാര്യത്തിൽ ഇത് സ്പർശനീയമാണ്, ടച്ച് ചെയ്ത് പോകുന്നു. അപ്പം അതിൽ ഈ 5 നക്ഷത്രക്കാരുടെ ഇതിൽ നോക്കുമ്പോൾ ഇവിടെ പരിസരത്തുള്ള ചില ആൾക്കാരുടെ വാശി, അസൂയ, വൈരാഗ്യം നമ്മളെ കുറെ കാലം കൊണ്ട് വലയ്ക്കുന്നതൊക്കെ ഒരു പരിധിവരെ നമുക്ക് മറികടന്ന് പോവാൻ പ്രത്യേകിച്ച് മാർച്ച് മാസത്തിൽ അതിനുള്ള സാഹചര്യങ്ങളുണ്ട്. അതൊരു ഉദാഹരണത്തിന് ഇപ്പം ഗൃഹനിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട് തടസ്സം ഉണ്ടാക്കുക, വഴിയുടെ പ്രശ്നം, അതിരിൻ്റെ പ്രശ്നം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, വസ്തുവായിട്ട് ബന്ധപ്പെട്ട നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിലവിലുള്ളത് പരിഹരിച്ച് പോകാനുള്ള മാർഗം. അങ്ങനെ ഓരോരോ തരത്തിൽ അവരവരുടെ കർമ്മപഥത്തിലുണ്ടായിരിക്കുന്ന തടസ്സങ്ങൾ, വൈരാഗ്യവും ശത്രുതാ മനോഭാവത്തോടെ വാശി, അത് പരിഹരിച്ച് കാര്യങ്ങൾക്ക് നല്ലതായിട്ടുള്ള മുന്നേറ്റത്തിന് ഈ മാർച്ച് മാസം അനുകൂലം. രണ്ടാമതൊരു പ്രധാനപ്പെട്ട കാര്യം, കുടുംബ ഷെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ചില നിർണായക തീരുമാനങ്ങൾ നമുക്ക് അനുകൂലമായി വരുന്ന സാഹചര്യത്തിലേക്ക് കാണുന്നുണ്ട്. നമ്മളും കൂടെ അതിനു വേണ്ടി വീട്ടുവീഴ്ച മനോഭാവത്തോടു കൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ അനുകൂലമാണ്. മൂന്നാമത്, വേറൊരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് മാറാൻ വേണ്ടി ട്രൈ ചെയ്യുന്നവരെ സംബന്ധിച്ചോളം, തൊഴിൽ മേഖലയിൽ പ്രത്യേകിച്ച് IT ഫീൽഡിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചോളം അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സ്വദേശത്തായിരുന്നാലും വിദേശത്തായിരുന്നാലും ഇപ്പോൾ ഇരിക്കുന്നതിനെക്കാട്ടിയും മനസ്വസ്ഥതയോടുകൂടിയും സാമ്പത്തിക മെച്ചവും സൗകര്യത്തോടു കൂടിയും നമുക്കൊരു ചേഞ്ച് അത് അനുകൂലമാക്കിയെടുക്കാൻ നമ്മളും കൂടി പരിശ്രമിച്ചാൽ വളരെ നല്ല അനുകൂലം ഉണ്ടാകും. ഇവിടെ തടസ്സങ്ങളൊന്നും വരാതിരിക്കാൻ നമ്മുടെ നക്ഷത്രത്തെ ദിവസമോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വാര ദിവസമോ ചൊവ്വയോ വെള്ളിയോ ഭഗവതിക്ക് രക്തപുഷ്പാഞ്ജലി ചെയ്യുന്നത് വളരെ വിശേഷം. കുറച്ചുകൂടെ ഈശ്വര കടാക്ഷ അനുഗ്രഹം സാധ്യമാവും. തിരുവാതിര, പുണർദം, പൂയം, ആയില്യം, മകം, ഈ 5 നക്ഷത്രക്കാരിലേക്ക് നമ്മൾ പോകാം. ഇവിടെ സന്താന ഭാഗ്യത്തിൽ ഡിലേ വന്നിരിക്കുന്ന ദിവസം, ഒരു സ്വപ്നമായിട്ടൊരു കുഞ്ഞിക്കാല് കാണാനുള്ള ആഗ്രഹത്തോടെ, പ്രത്യേകിച്ച് ഇത് കുടുംബത്തിൻ്റെയും കൂടെ ഒരു ആവശ്യവും അനുഗ്രഹമായിട്ട് നടക്കേണ്ടത് 2 വർഷമായി, 3 വർഷമായി, 5 വർഷമായി, ഇങ്ങനെയുള്ള കാലഘട്ടത്തിൽ ദുഃഖിച്ചിരിക്കുന്നവരുടെ സമയത്തോളം ഈ മാർച്ച് മാസത്തിൽ ശരിയായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ കടമായിരുന്നാലും അത് വീട്ടുക എന്നുള്ള, കടം എന്ന് പറഞ്ഞാൽ നേർച്ച തന്നെ. പള്ളിയിലായിരുന്നാലും അമ്പലത്തിലായിരുന്നാലും തീർച്ചയായും അത് പോയി ചെയ്യാൻ പറ്റുമെങ്കിൽ, തിരുപ്പതി ആയിക്കോട്ടെ, കാളഹസ്തി ആയിക്കോട്ടെ, ഗുരുവായൂരായിരിക്കും, മൂകാംബി ആയിക്കോട്ടെ, എവിടെയാണെങ്കിലും ആയിക്കോട്ടെ, അതിനൊരു സൗകര്യപ്രദമായിട്ടുള്ള ദർശനവും തീർത്ഥയാത്ര എന്ന് പറഞ്ഞ് സമർപ്പണം ചെയ്താൽ സന്താന ഭാഗ്യത്തിനുള്ള തടസ്സങ്ങൾ മാറി അനുകൂലം ഉണ്ടാവുന്നു. മാർച്ച് മാസം വളരെ വിശേഷം. രണ്ടാമതൊരു കുഞ്ഞിനെ ലഭിക്കണമെന്നുള്ള താല്പര്യത്തിൽ നിൽക്കുന്നവർക്ക് ഇത് അഭികാമ്യമായിട്ടുള്ള ഇത് തന്നെയാണ്. അതായത് മറന്നുപോയ, നീട്ടിവെച്ച, മാറ്റിവെച്ച നേർച്ചകളും സമർപ്പണവും ചെയ്യുന്നതിന് ഈ മാർച്ച് മാസം വളരെ നല്ലതാണ്, ഫലമുണ്ടാകും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ശത്രുദോഷം കൊണ്ടുണ്ടായിട്ട് ചില പ്രശ്നങ്ങൾ അത് പരിഹരിച്ചു കൊണ്ടുപോകാനുള്ള സമയവും കൂടിയാണ് ഈ മാർച്ച് മാസം.
ശത്രുദോഷം എന്ന് പറഞ്ഞാൽ ബന്ധു വഴിയുള്ള ശത്രുദോഷമാകാം, ജോലി സ്ഥലത്തുള്ളതാകാം, പുറമേക്കുള്ളതാകാം, പരിസരത്തുള്ള അയൽപ്പക്കത്തിൻ്റെ ആവാം, ബിസിനസ് മേഖലയിലെ കോമ്പറ്റീഷൻ്റെ കാര്യമാകാം. ഇവിടെ നമ്മൾ തളരാതെ, തകരാതെ, അല്ലെങ്കിൽ തല്ലിപ്പിരിയാതെ കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പം അത് പോലീസ് സ്റ്റേഷൻ, കോടതി, ഈ തരത്തിൽ വരെ കാര്യങ്ങളെ വലിച്ചിഴച്ച് മുമ്പ് പോയിട്ടുള്ള കാര്യങ്ങളിൽ വരെ നമുക്ക് ഈ മാർച്ച് മാസത്തിലേക്ക് നോക്കുമ്പോൾ ഒരു ടേണിംഗ് പോയിന്റ് കാണുന്നുണ്ട്. ഈ വിരോധ ബന്ധന ദോഷങ്ങളെ നമ്മളെ ബാധിക്കാതെ കുറച്ചുകൂടെ ഡെവലപ്മെൻറ്റിലേക്ക്, പുരോഗതിയിലേക്ക് വരാൻ ദൈവാധീനം കാണുന്നുണ്ട്. അതായത് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനം നമ്മൾ വിടുന്നെങ്കിൽ എടുക്കാൻ ആളുണ്ടെന്നുള്ള രീതിയിൽ ചുറ്റിപ്പറ്റി നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട മാസമാണ് മാർച്ച് മാസം. ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റിന് തയ്യാറാവുന്നവർക്ക് അനുകൂല സമയമാണ്. സ്വന്തം ബിസിനസ്സിലായിരുന്നാലും, സർവീസ് ഫീൽഡിലായിരുന്നാലും, ഷെയർ മാർക്കറ്റിങ്ങിലായിരുന്നാലും നേട്ടങ്ങളുടെ സമയമാണ് ഈ വരുന്ന മാസം. അതിനുവേണ്ടി പ്ലാനും പദ്ധതിയും തയ്യാറാക്കിയാൽ അതൊരു വിജയം തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സന്ധിവേദനകൾ ഉണ്ടായിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് 40 വയസ്സിന് മേളിലുള്ള എല്ലാവർക്കും, സ്ത്രീ ആയിരുന്നാലും പുരുഷൻ, ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. മുട്ട് വേദന, പിടലി വേദന, ജോയിൻറ്റ് പെയിനുകളെല്ലാം നല്ല മാറ്റവും അനുകൂലമാക്കി നമ്മുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടാൻ അനുകൂലമാണ്. അതോടൊപ്പം തന്നെ ദേഹരക്ഷ ധരിക്കുന്നത് ഉചിതമാണ്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം മഹാസുദർശന കവച മന്ത്രം, സ്ത്രീജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ ശ്രീ രാജരാജേശ്വരി കവചമന്ത്രം, ഇത് എഴുതി പൂജിച്ച് ധരിക്കുന്നത് വളരെ വളരെ വിശേഷമായിട്ടുള്ള കാര്യം. പൂരം, ഉത്രം, അത്തം, ചിത്തിര, ചോതി, ഈ ചോതി നക്ഷത്രക്കാരിലും അതോടൊപ്പം തന്നെ ചില പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. പെട്ടെന്ന് ബ്രേക്കപ്പ് ആവും. ഈ 5 നക്ഷത്രക്കാരിലും പ്രത്യേകിച്ച് നോക്കുമ്പോൾ ഫ്രണ്ട്ഷിപ്പുകൾ ഒരു കാരണമില്ലാതെ പിണങ്ങും, എല്ലാം ബ്ലോക്കാവും, മെസ്സേജ് വരും, ഫോൺ പോലും വിളിച്ചെടുക്കില്ല. അപ്പം ഇതിനെ കൊണ്ട് നമുക്കുണ്ടാകുന്ന ആന്തരിക മാനസിക പ്രശ്നങ്ങൾ വളരെ വലുതാണ്. കാണുന്നവർക്ക് മനസ്സിലാവില്ല, പക്ഷെ നമ്മുടെ ഒരു കാര്യം അങ്ങോട്ട് നീങ്ങില്ല. ഇതെന്ത് കാരണം ഞാൻ എന്ത് കുറ്റം ചെയ്തു എന്നുള്ളതിനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ ഇത് കാരണം വേണ്ട, സമയദോഷം കൊണ്ടും ചില സാഹചര്യങ്ങളിൽ ചിലരുടെ പാരവയ്പ്പും നുണയും കൊണ്ടുണ്ടാകുന്ന അകൽച്ചയാണ്, താൽക്കാലികമാണ്. അപ്പം അങ്ങനെ ഉണ്ടായിട്ടുള്ളവരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ഈ മാസം നമുക്ക് പ്രായണ കാര്യങ്ങൾ മനസ്സിലാക്കി വീണ്ടും നമുക്ക് ലൈവായിട്ട് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്, താല്പര്യമുള്ളവർക്ക്. ഇവിടെ വിഷ്ണു ഭഗവാൻ അല്ലെങ്കിൽ കൃഷ്ണസ്വാമിക്ക് തുളസിമാല ചാർത്തി നമ്മുടെ പേരിൽ പുഷ്പാഞ്ജലിയും പാൽപ്പായസവും ചെയ്യുന്നത് വളരെ വിശേഷമാണ്. ഐക്യമത്യ ഭാവുക യോഗം, അത് സംവാദ സൂക്ത ഭാവുക യോഗം എന്ന് പറയും. ഇത് അനുകൂലമാക്കി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വീണ്ടും ക്രിയാത്മകമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. കാരണം ഇങ്ങനെയൊക്കെയുള്ള ബ്രേക്കപ്പ് കാരണം പലരുടെയും പഠനം പ്രശ്നമാവും, തൊഴിൽ മേഖലയിൽ പ്രശ്നമാവും, ശാരീരിക പ്രശ്നം ഉണ്ടാവും, ഒന്നിനൊരു ഉത്സാഹം ഉണ്ടാവില്ല. അത് തിരിച്ച് നമ്മൾ റീസെറ്റ് ചെയ്യേണ്ടത് നമ്മുടെ മാത്രം ആവശ്യമാണ്, വിജയിക്കേണ്ടത് നമ്മുടെ മാത്രം ആവശ്യമാണ്. ഇവിടെ പ്രത്യേകിച്ച് രുദ്രേശ്വരി കവചിത മന്ത്രം ദേഹരക്ഷയിട്ട് ധരിക്കുന്നതും ഉചിതമായിട്ടുള്ള കാലഘട്ടമാണ്. ദൈവാധീനം നല്ല അനുകൂലമായിട്ടുണ്ട്. ഇവിടെ ചില പ്രശ്നങ്ങളിൽ അധിഷ്ഠിതമായിട്ട് നമ്മൾ സാമ്പത്തിക ക്രയവിക്രയം നടത്തുമ്പോൾ അതിൽ നമ്മൾ ജാമ്യം നിൽക്കണമെങ്കിൽ വളരെ ആലോചിച്ച് ഉറപ്പും വിശ്വാസവും ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. അപ്പം വേണ്ടപ്പെട്ടവരായിരിക്കാം, എന്തായിരിക്കാം, പക്ഷെ നമ്മളത് ബലിയാടാകുക എന്ന് പറഞ്ഞാൽ മനസ്സിരുത്തി ഒന്നും കൂടി ആലോചിച്ച് അന്വേഷിച്ച് കണ്ടെത്തിക്കൊണ്ട് മാത്രമേ ആ വക കാര്യത്തിൽ നമ്മൾ സൈൻ ചെയ്യാൻ പാടുള്ളൂ, ഇടപെടാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ബാധ്യതയും നമ്മുടെ തലയിലോട്ട് വരും. വീടിൻ്റെ മെയിൻ്റനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ആരംഭത്തിന് വളരെ നല്ല സമയമാണ്. വായ്പ എടുത്താലും അത് അടയ്ക്കാനുള്ള വഴി നമുക്ക് ഈശ്വരാധീനത്തിൽ നടക്കും എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്.
വാഹനം പുതുതായിട്ട് വാങ്ങിക്കാനോ ചേഞ്ച് ചെയ്യാനോ താല്പര്യപ്പെടുന്നവർക്കും പോസിറ്റീവായിട്ടുള്ള സമയമാണ്. അത് കറുത്ത നിറത്തിലുള്ള വാഹനം കഴിയുന്നത് ഒഴിവാക്കിയാൽ ബ്ലാക്ക് വളരെ നല്ലത്. ഈശ്വരാധീനം അനുകൂലമാണ്. പ്രായണ നമ്മൾ ചിന്തിക്കുമ്പോൾ ചില പ്രശ്നങ്ങളിൽ വീട്ടിനകത്തുള്ള ടെൻഷനും അസ്വസ്ഥതയും ഒരു പരിധിവരെ നമുക്ക് മാറിക്കിട്ടുന്ന മാസവും കൂടിയാണ് ഈ മാർച്ച് മാസം. ദൈവാധീനം അനുകൂലം തന്നെയാണ്. വിശാഖം, അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം ഈ 5 നക്ഷത്രത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഭാവാനാമധിപതയം സർവം വീക്ഷിണാവം ശുഭേശം. ശുഭകാര്യങ്ങൾ അതിൽ ഭാവഫലങ്ങൾ നമുക്ക് അനുകൂലമായിട്ട് വരുന്ന സമയം. അപ്പോൾ ശുഭകാര്യങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് നോക്കുമ്പോൾ നമ്മുടേതായുള്ള ഒരു പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള വർക്ക് പുതിയ മേഖലയിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്കതിൽ സക്സസ് ആകാനും ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ നമുക്കൊരു സ്ഥാനക്കയറ്റവും അതനുസരിച്ചുള്ള എക്സ്പീരിയൻസും റിലേഷൻഷിപ്പും ഡീലിങ്സും വളരെ നല്ലൊരു ഗുഡ് വില്ലിലേക്ക് വരാനും സാധ്യതയുള്ള മാസമാണ്. പ്രത്യേകിച്ച് നോക്കുമ്പോൾ ഇത് മൂലം അവിടെ അസൂയാലുക്കളെന്നോ ശത്രുക്കളെന്നോ പറയാം, അവരുടെ സാന്നിധ്യം നമുക്ക് നെഗറ്റീവ് ഉണ്ടാകും. കാരണം ന്യായമായിട്ടും നമ്മുടെ അധ്വാനപരവും കഷ്ടപ്പാടും കൊണ്ടാണ്. ഇതിനെ ബ്ലോക്ക് ചെയ്യാനുള്ള ശ്രമം ഉണ്ടാകും. ആ തടസ്സം വരാതെ നമുക്കത് അനുകൂലമാകാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തൊഴിൽ മേഖലയിൽ അല്ലെങ്കിൽ ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചോളം നല്ലതുപോലെ കഷ്ടപ്പെടുന്നുണ്ട്. രാവിലെ മുതൽ വൈകിട്ട് രാത്രി വരെ അധ്വാനത്തിന് ഓട്ടത്തിന് ഒരു കുറവും ഇതില്ല. പക്ഷെ ഒരു കരയ്ക്ക് അങ്ങോട്ട് എത്തുന്നില്ല. പലരുടെയും ധാരണ ബാങ്കിലും പെട്ടിയിലും ഉണ്ടെന്നാണ്. യഥാർത്ഥത്തിൽ പലിശ കൊടുക്കേണ്ട സ്ഥിതിവിശേഷം വരെ ഉണ്ടാകും. അപ്പോൾ ഇതൊരു ലക്ഷ്മി സാന്നിധ്യ കുറവ് നമുക്ക് വന്നിരിക്കുന്നത് പരിഹരിച്ച് നോക്കുന്നുണ്ട്. അത് അഷ്ടലക്ഷ്മി മഹായന്ത്രം നമ്മുടെ പൂജാമുറിയിലോ വിളക്ക് കത്തിക്കുന്നിടത്തോ വെച്ചിട്ട് 41 days നെയ്വിളക്ക് കത്തിക്കുന്നത് വളരെ വിശേഷം. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന പല പ്രശ്നങ്ങളും തടസ്സങ്ങളും ബന്ധനങ്ങളും മാറി ലക്ഷ്മി സാന്നിധ്യം നമുക്ക് അനുകൂലമാകും. മഹാലക്ഷ്മി സാന്നിധ്യം പ്രധാനമായിട്ട് 5 കാര്യങ്ങളെ ബാധിച്ചിരിക്കുന്നു. അത് സന്തോഷം, സമ്പത്ത്, സ്നേഹം, വിശ്വാസം, പിന്നെ ആത്മാർത്ഥത. അതോടൊപ്പം ലക്ഷ്മി സാന്നിധ്യം എല്ലാ കാര്യത്തിലും വരുന്ന സംതൃപ്തി എന്ന് പറയും. അപ്പം ഇതിനെന്താ ചെയ്യേണ്ടത്? ലക്ഷ്മി നമ്മൾ വിളിച്ചു വരുത്തണോ? ലക്ഷ്മി നമ്മളെ കൂടെ വരില്ല. അതിന് ശുദ്ധമായിട്ടുള്ള സ്ഥലം കാണിച്ചു കൊടുത്ത് അല്ലെങ്കിൽ കൊണ്ടിരുത്തണം എന്നുള്ള മഹാലക്ഷ്മി ചക്രം. അതിൻ്റെ മാറ്റം ഉണ്ടാവും, യാതൊരു സംശയമില്ല. ഇവിടെ ചില പ്രശ്നങ്ങൾ അധിഷ്ഠിതമായിട്ട് ചില പിന്തുണകൾ കൊടുക്കേണ്ടി വരും. പ്രത്യേകിച്ച് സംഘടന രാഷ്ട്രീയ മേഖലകളിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചോളം നല്ല പ്രഷർ വരും. അപ്പം അത് ന്യായവും നീതിയും ധർമ്മവും നോക്കി ചെയ്തില്ലെങ്കിൽ നമുക്ക് നമ്മളോട് കാണിക്കുന്ന അവഗണനയും വഞ്ചനയും തന്നെയായിട്ട് മാറും. ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ്. ഇവിടെ ദൈവാധീനത്തിന് വേണ്ടി അഷ്ടനീരാഞ്ജനം ചെയ്യുന്നത് ഉചിതമാണ്. എള്ളുകിഴി നീരാഞ്ജനം അത് ശാസ്താവിനും അയ്യപ്പസ്വാമിക്ക് 8 ശനിയാഴ്ചയായിട്ട് ചെയ്യുന്നത് വളരെ വിശേഷമാണ്. അതിൻ്റെ തുടക്കം ഈ മാസത്തിലാകുന്നത് ഗുണകരമാണ്, ദൈവാധീനം അനുകൂലമാണ്. ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം, പൂരുരുട്ടാതി ഈ 5 നക്ഷത്രക്കാരിലേക്ക് നമുക്ക് പോകാം. അവിടെ നോക്കുമ്പോൾ പ്രായണ ചില പ്രശ്നങ്ങളിൽ കുടുംബ അനൈക്യങ്ങൾ വരാൻ സാധ്യതയുള്ള പല പ്രശ്നങ്ങളും പരിഹരിച്ചു പോകും. എനിക്കിനിപ്പോൾ ഇയാളോട് ജീവിക്കാൻ വയ്യ, എവിടെ ഇനി ഉപേക്ഷിച്ചേ പറ്റുമെന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് സംസാരിച്ചു. പ്രശ്നം സാരായിരിക്കും, സാമ്പത്തികമായിരിക്കാം, അല്ലെങ്കിൽ ദുശ്ശീലങ്ങളായിരിക്കും, മദ്യം തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ കുട്ടികളെ കാര്യത്തെ പറ്റിയാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റിദ്ധാരണയാണ്. പക്ഷെ ആ വെറുപ്പ് എന്നുള്ളത് മാറി എൻ്റെ ഭർത്താവ് എനിക്ക് എൻ്റെ കുട്ടികൾ, കുടുംബം, എൻ്റെ ഭാര്യ എനിക്ക് എൻ്റെ ജീവിതം, എൻ്റെ മക്കൾ എന്നുള്ള ഒരു അലൈൻമെൻറ്റിലേക്ക്, പഴയ രീതിയിലേക്ക്, അറ്റാച്ച്മെൻറ്റിലേക്ക് വരേണ്ട സാഹചര്യം നമുക്ക് അനുകൂലമാണ്.
സഹിക്കാനും മറക്കാനും പൊറുക്കാനും മനുഷ്യനെ കൊണ്ട് മാത്രമേ പറ്റൂ. അപ്പോൾ ഇത് ആർക്ക് വേണ്ടി? ചിലപ്പോൾ അവിടെ മുൻഗണന മക്കൾക്ക് കൊടുക്കേണ്ടി വരും. അപ്പം പ്രായേണ ആ കാര്യങ്ങളിൽ ഒരു നല്ല തീരുമാനത്തിലേക്ക് വരാനുള്ള യോജിപ്പ് ഈ മാസം അനുകൂലമാണ്. ഐക്യമത്യ സൂക്താർച്ചന ശിവഭഗവാന് ചെയ്യുന്നത് വളരെ വിശേഷമാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാളിൻ്റെ നല്ല മാറ്റം ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഗൃഹത്തിനകത്ത് ചില നെഗറ്റീവ്സ് ഉണ്ടായിരിക്കുന്നിടത്ത് അതിനുള്ള പരിഹാരം ചെയ്യുന്നത് നല്ലതാണ്. അഗ്നിദോഷം, അത് കുക്കറിൻ്റെയോ ഗ്യാസിൻ്റെയോ ഇലക്ട്രിക് സ്വിച്ചിൻ്റെയോ വിളക്ക് കത്തിക്കുന്നതോ അല്ല അരി വടിക്കുന്ന സമയത്തോ ഏതെങ്കിലും തരത്തിലുള്ള അഗ്നി കൊണ്ടുള്ള നെഗറ്റീവ്സ് നിരന്തരം ഉണ്ടാകുന്നെങ്കിൽ അത് ശ്രദ്ധിക്കണം. ചില്ലുടയുക, അത് മുഖം നോക്കുന്നതോ കണ്ണാടിയുടെയോ ജനലിൻ്റെയോ അലമാരുടെയോ ടീപ്പോയുടെയോ ഈ തരത്തിലുള്ള. അപ്പോൾ ആ ഉടഞ്ഞ ചില്ല് മാറ്റിയിടും, അല്ലെങ്കിൽ മൂദേവി തന്നെയാണ്. പിന്നെ നമ്മളെ ബാധിക്കേണ്ടതായുള്ള പല ദോഷങ്ങളും ചില ലക്ഷണങ്ങൾ നിമിത്തങ്ങളായിട്ട് നമ്മളെ ഓമനിക്കുന്ന ചില പെറ്റുകളെ, വളർത്തു മൃഗത്തെ ബാധിച്ച് ചത്തുപോകാറുണ്ട്. പശുവായിരുന്നാലും പട്ടിയായിരുന്നാലും പൂച്ചയായിരുന്നാലും പ്രാവായിരുന്നാലും കോഴിയായിരുന്നാലും ശരി. പക്ഷെ അത് നമ്മളെ ബാധിക്കേണ്ട ദോഷമാണ് ആ തരത്തിൽ പോകുന്നുള്ള യാഥാർത്ഥ്യം. അപ്പം ഈ നെഗറ്റീവ്സ് ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നമ്മളെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ ബാധിച്ചിട്ടുള്ള സംബന്ധിച്ചോളം ആ വക കാര്യങ്ങൾ ഇനി അനുവർത്തിക്കാതെയും ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് 2 കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ വളരെ നല്ലതാണ്. ഒന്ന്, നമ്മൾ സ്വയം ചെയ്യേണ്ട കാര്യം തന്നെയാണ്. പഞ്ചകശുദ്ധി ചെയ്ത് ക്ലിയറാക്കുക. കടുക്, കുരുമുളക്, എള്ള്, ചെറുനാരങ്ങ, കുമ്പളങ്ങ, നെയ് കുമ്പളങ്ങ എന്ന് പറയും. ഇത് വീടും ഒഴിഞ്ഞ് അല്ലെങ്കിൽ സ്ഥാപനം ഒഴിഞ്ഞ് അല്ലെങ്കിൽ നമ്മുടെ തലയ്ക്ക് ഒഴിഞ്ഞ് അത് ഒഴുക്ക് വെള്ളത്തിലേക്ക് തറപ്പിക്കുക, ഉപേക്ഷിക്കുക. ഒഴിഞ്ഞൊഴുക്കുക എന്ന് പറയും. അതോടൊപ്പം ചുടലത്തേങ്ങ കിട്ടുമെങ്കിൽ അത് ഒഴിഞ്ഞ് അടിച്ചുടച്ചൊഴുക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ബ്ലോക്ക് തടസ്സങ്ങൾ മാറുന്ന ഒരു ആചാരമാണ്. രണ്ടാമത്, അമ്പലത്തിൽ പോയി ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ അമ്പലത്തിൽ പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ശിവന് തന്നെയാണ്, ശിവഭഗവാന് തന്നെയാണ്. ജലധാരയും പുഷ്പാഞ്ജലിയും 3 ദിവസം മുടങ്ങാതെ ചെയ്താൽ വളരെ നല്ലതാണ്. ജലധാരയും പുഷ്പാഞ്ജലിയും. ഈ വക പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അവരവരുടെ പേഴ്സണൽ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്ന തടസ്സങ്ങൾ ഏറെക്കുറെ പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള വഴികളിൽ മാർച്ച് മാസം നമുക്ക് ഹാപ്പിയാക്കാൻ പറ്റും. ഇനി ഉത്രട്ടാതിയും രേവതിയുമാണ് ശേഷിക്കുന്നത്. അവരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ 3 കാര്യങ്ങൾ ആപ്ലിക്കബിളാണ്. ഒന്ന്, അലസത മന്ദത മാറണമെന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു സിസ്റ്റം ഉണ്ടാക്കണം. രാവിലെ മുതൽ വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി വരെ നോക്കുമ്പോഴത്തേക്ക് പല കാര്യങ്ങൾ മാറ്റിവെക്കുന്ന സ്വഭാവം പ്രത്യേകിച്ച് ചെറുപ്പക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ മൊബൈലിലൂടെ അഡിക്ഷനായിട്ടിരിക്കും. വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം ചിലർക്ക് മുടി കൊഴിഞ്ഞു പോകുന്നില്ല സന്തോഷം, ചിലർക്ക് മുടി സ്പൈക്ക് ചെയ്യണ സന്തോഷം. ഇപ്പം ഏത് കാര്യത്തിലും ഒരു തൃപ്തിയില്ലായ്മ വരുന്ന സമയം, പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ, അത് മാറി ചിന്തിക്കണം. പകർത്തുക, മറ്റുള്ളവരെ പോലെ നമ്മുടേതായിട്ടുള്ള വ്യക്തിത്വത്തിലേക്ക് നമ്മൾ തിരിച്ചു മടങ്ങണം. അപ്പം അവിടെ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ഡ്രീം അല്ലെങ്കിൽ ഡെസ്റ്റിനി, ഇത് ക്രിയാത്മകമായിട്ട് എന്തിനു വേണ്ടിയിട്ട്, ജോലി ആയിരുന്നാലും പഠനമായിരുന്നാലും സാമ്പത്തികമായിരുന്നാലും ഒരു വർഷത്തെ പ്ലാനിങ് ഉണ്ടായില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. മിനിമം 1 വർഷത്തെ പ്ലാനിങ് ഇത് ചെയ്യേണ്ട സമയമാണ് മാർച്ച് മാസം. അതിൽ തയ്യാറായി കഴിഞ്ഞാൽ അതിൻ്റേതായുള്ള ഒരു സിസ്റ്റം നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് വർക്കൗട്ടാവും. ഇവിടെ നാളെ ആകട്ടെ നീളെ ഇങ്ങനെ പോവുക, അതിനൊരു മാറ്റം വരണം. ഇവിടെയും ശ്രീകൃഷ്ണസ്വാമിക്ക് തുളസിമാല ചാർത്തി പുഷ്പാഞ്ജലി ചെയ്യുന്നത് വളരെ വിശേഷം. പല പ്രശ്നങ്ങളും നമ്മുടെ മുമ്പിലുണ്ടെങ്കിലും സ്വന്തം പ്രശ്നം പരിഹരിച്ച് കൊണ്ടുപോകുന്നതിനുള്ള അലസത, മടി അല്ലെങ്കിൽ മന്ദത അത് മാറണം. അപ്പം ആ മന്ദത മാറുന്നതിന് മറ്റൊരു കാര്യം കൂടി ചെയ്യുന്നതല്ല. അത് പ്രത്യേകിച്ച് നോക്കുമ്പോൾ ശാസ്താവിന് തന്നെ എള്ളുകിടി നീരാഞ്ജനം ചെയ്യുന്നത് വളരെ വിശേഷമാണ്. ആ മന്ദത മാറും. ശനിഭാവ യോഗ ബന്ധനത്തിൻ്റെ മന്ദത നമ്മളിൽ സ്വാംശീകരിച്ചിട്ടുള്ള നെഗറ്റീവ്സായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അത് മാറും, യാതൊരു സംശയമില്ല. അതോടൊപ്പം വ്രതങ്ങൾ
ആചരിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് വീട്ടിലുള്ള അമ്മമാർ വ്രതം എടുക്കുന്നത് അവരുടെ കാര്യത്തിനല്ല, വീട്ടിലെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആരുടെയും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടേ. ഷഷ്ഠി വ്രതം, ഏകാദശി വ്രതം, പ്രദോഷ വ്രതം, പൗർണമി വ്രതം, ദ്വാദശി വ്രതം, ഇങ്ങനെ പലതരത്തിലുള്ള വ്രതങ്ങളുണ്ട്. അപ്പോൾ അതിലേതൊക്കെ നമ്മൾ മടങ്ങിയിട്ട് ഒരു മാസത്തിൽ ഒരു ദിവസം അത് മാറ്റി വെക്കുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ കുടുംബാന്തരീക്ഷത്തിൽ അതിൻ്റെയുള്ള എനർജി, ശക്തി വീണ്ടെടുക്കാൻ പറ്റും. പല കാര്യത്തിലും പലർക്കും ഉണ്ടായിരിക്കും. കല്യാണ തടസ്സമായിരിക്കാം, ജോലി തടസ്സമായിരിക്കാം, സാമ്പത്തിക പ്രശ്നങ്ങളായിരിക്കാം, കടബാധ്യതയുടെ ആയിരിക്കാം, വസ്തു ഇടപാടിൻ്റെ തടസ്സങ്ങളായിരിക്കാം. വ്രതത്തിന് അദൃശ്യമായിട്ടുള്ള ശക്തി ഉണ്ടാവും. 5000 പുഷ്പാഞ്ജലി ചെയ്യുന്നതിൻ്റെ ഫലം ഒരു വ്രതം നോക്കുമ്പോൾ ഉണ്ടാവുന്നത്. മിനിമം നമ്മൾ കഠിന വ്രതത്തിലേക്ക് പോകാതിരിക്കുക, ലളിത വ്രതമായിട്ട് ചെയ്യുന്നതായിരിക്കും ഉചിതം. അവരവരുടെ ആരോഗ്യസ്ഥിതിയും കൂടെ നോക്കണം. അപ്പോൾ വ്രതത്തിന് ഓരോന്നിനും ഓരോ സ്വഭാവമുണ്ട്. ചിലത് 6 മാസമായിരിക്കും ഷഷ്ഠി വ്രതമൊക്കെ. അതാത് അമ്പലമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ ചിട്ടവട്ടത്തിൽ യോജിച്ച് ചെയ്യുന്നത് ഉചിതമായിരിക്കും.